ഇങ്ങനെ ശ്വാസം പിടിച്ച് ഊതണം. അല്ലാതെ വെറുതെ ഇരുന്നിട്ട് പാമ്പ് വരുമ്പോട്ട് ഇങ്ങനെ ഊതിയാൽ പറ്റില്ല. ഇതൊക്കെ ഊതി വിളിക്കുമ്പോൾ ഒരുപാട് സമയമാകും. എളുപ്പം വിളിക്കാൻ ഒരു പണിയുണ്ട്. ഒരു ചെറിയൊരു കല്ല്, ഈ കല്ല് ഊതി കൊട്ടേൻ്റെ മുകളിലിട്ടാൽ പാമ്പ് വരും. പിന്നെ എങ്ങനെ വരാനാ? കയറിട്ട് കെട്ടിക്കല്ലേ, പിന്നെ എങ്ങനെ വരും? കൊട്ട തുറന്ന് വരണ്ടേ? ഇപ്പോൾ ഈ കല്ലിട്ടാൽ പാമ്പ് വരുന്നത് കാണാം. ഞാൻ ഈ കല്ല് ഇടില്ല, ഞാനൊരു ആളുടെ അടുത്ത് കൊടുക്കാം ഈ കല്ല് കേട്ടോ. ആരുടെ കൊടുക്കേണ്ടത്? ഏതായാലും നമ്മൾ ഈ ചേട്ടൻ്റെ അടുത്ത് കൊടുക്കുക. എനിക്കൊരാൾ ഹെൽപ്പിന് വേണം. എന്തായാലും ചേട്ടാ അത് പിടിക്കുക ചേട്ടാ. കുറച്ച് നേരം എന്നെ കൂടെ സഹകരിക്കണം, കുഴപ്പമുണ്ടോ? എല്ലാവരും പറയും തടി കൊണ്ട് സഹായിക്കണമെന്ന്. തടി കൊണ്ട് സഹായിക്കുക പറഞ്ഞാൽ തല്ലുകൊണ്ട സ്ഥലത്ത് പോകരുത്. ചിലപ്പോൾ സഹായിച്ചവനുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ നോക്കി നിൽക്കുക. ഉപ്പ് തിന്ന വെള്ളം കുടിച്ചോളും അല്ലേ? ചേട്ടൻ്റെ പേരെന്താ? രമേശ്. എൻ്റെ പേര് സംസുദ്ദീൻ. ഈ സംസുദ്ദീനും രമേശനും എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവം നമുക്ക് 2 കണ്ണ് തന്നിട്ടുണ്ട്. ഈ 2 കണ്ണ് തന്നെങ്കിലും ഈ വടി ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഒരു കണ്ണടച്ച് പിടിച്ചിങ്ങനെ നോക്കൂ, ഒരു വടിയാണ്. ഈ കണ്ണടച്ച് പിടിച്ച് നോക്കൂ, അപ്പോഴും ഒരു വടിയാണ്. 2 കണ്ണ് ഒരുമിച്ച് അടച്ചിട്ട് പെട്ടെന്ന് തുറന്നു നോക്കാം, അങ്ങനെ അപ്പോഴും ഒരു വടിയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ അറിയോ? രമേശും സംസും ഒക്കെ ഒന്ന് തന്നെയാണ്. 2 കണ്ടാൽ പച്ചവെള്ളം കിട്ടില്ല, ശരിയല്ലേ? അപ്പോൾ എൻ്റെ പേര് ശംസുദ്ദീൻ. ഈ പേര് ഹിന്ദു സമുദായത്തിലുണ്ട്, സംസുദ്ദീൻ. ഇതെന്താ അറിയാം എൻ്റെ അർത്ഥം? സംസുൻ പറഞ്ഞാൽ സൂര്യൻ, ദീൻ എന്ന് പറഞ്ഞാൽ പ്രകാശം. ഇത് അറബ് ഭാഷയാണ്. മലയാളത്തിൽ സൂര്യപ്രകാശ് എന്നാണ് എൻ്റെ പേര്. സൂര്യപ്രകാശ് എന്ന പേരിൽ ഹിന്ദു സമുദായത്തിൽ കമറുദ്ദീൻ. അത് കമർ പറഞ്ഞ സാധനം കണ്ടിട്ടുണ്ടോ? ചന്ദ്രൻ, അത് ഉരുണ്ടിട്ട് സാധനമാണ്. അതിന് കമറുദ്ദീൻ, ചന്ദ്രകുമാർ, മനസ്സിലായില്ലേ? ചന്ദ്രിക, ചാന്ദിനി, ചാന്ത് ബീബി, ചന്ദ്രകുമാരി, ചാന്ത് ഭാഷ, ചന്ദ്രകുമാരൻ. അപ്പം ഞാൻ ഇതിനൊക്കെ കൂടി ഒറ്റ പേരുണ്ട് അവസാനം, ശബം. മനസ്സിലായില്ലേ? അത് മലയാളത്തിൽ മാത്രമേ ശബം. അത് അറബ് ഭാഷയിൽ പറയും മയ്യത്താണെന്ന്. ഹിന്ദി में बोलते मर गए तो उसको मुर्दा बोलेगा. തമിഴിലെ സെത്ത് പോണം, ഇംഗ്ലീഷിലെ ഡെഡ് ബോഡി. ഇതാണ് സാധനം. സംസ്കൃതത്തിൽ ജഡം, സഡനങ്ങൾ, തമിഴ് സെന്തമിഴിൽ. ഈ ഒരു സാധനം ഇട്ടിട്ടാണ് ഇവർ തൃശ്ശൂർ കളി കളിക്കുന്നത്, മനസ്സിലായില്ലേ? അങ്ങനെയൊന്നും മതത്തിൻ്റെ പേരിലും ജാതിൻ്റെ പേരിലും തല്ലുകൂടി ചാകരുത് കേട്ടോളേ. ചത്തവൻ മണ്ണൂർക്കും പോകും, കൊന്നവൻ കണ്ണൂർക്കും പോകും. വിടട്ടെ, ഞാൻ പാമ്പിനെ വിളിക്കാൻ പോണേ. രമേശ് ചേട്ടൻ്റെ അടുത്ത് കല്ല് ഞാൻ തന്നിട്ടുണ്ട്. ആ കല്ലിൻ്റെ മുകളിൽ വെറുതെ ഒന്ന് ഊതിക്കോളി. എത്ര ഊതി? ഇന്നൊന്നും കൂടി. എത്ര ഊതി? 2 ഊതി. ഒന്നും കൂടി ഊതിക്കോളി, മതി. 3 ഊത്ത് ഊതിയല്ലോ. ഞാൻ പാമ്പിനെ വിളിക്കുകയാണ് കേട്ടോ. ഞാനൊന്ന് റെഡി ആയിക്കോട്ടെ. കല്ലിട്ടാൽ പാമ്പ് വരും കേട്ടോ. എന്നെ കടിക്കരുത് പാമ്പേ, ഇവിടെ ഉള്ളവരെയും കടിക്കരുത് കേട്ടോ. കടിക്കാൻ മോഹം ഉണ്ടെങ്കിൽ ഞാൻ ആൾക്കാരൊക്കെ പറയും, അങ്ങനത്തെ ആൾക്കാരെ കടിച്ചാൽ മതി. അതാരാണ് സംസുക്കാൻ ചോദിക്കും. 2000 കടം കൊടുത്തിട്ട് 250 രൂപ പലിശ വാങ്ങണവരെ കണ്ടാൽ വിടരുത്. മിനിമം 2 കടിയെങ്കിലും കടിക്കണം.